വടക്കേ മലബാറിലെ മാത്രമല്ല കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലെ കൂടി, കൃത്യമായി പറഞ്ഞാൽ മംഗലാപുരത്തെയും ചിക്കമംഗളൂരിലെയും മൈസൂരിലെയും ഷിമോഗയിലെയും ഊട്ടിയിലെയും ക്രൈസ്തവ വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്ന സാമന്ത രൂപതകളുടെ ഇടയനാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. വിസ്തൃതമായ വലിയ അതിരൂപത, 3.5 ലക്ഷത്തിലധികം വിശ്വാസികൾ, ബഹുഭൂരിപക്ഷവും തലമുറകൾ മുന്നേ ജീവിക്കാനായി അന്യനാടുകളിൽ നിന്ന് പലായനം ചെയ്തെത്തിയവർ. ഉറ്റവരെയും ഉടയവരെയും വിട്ടുപോരേണ്ടി വന്ന ആ മനുഷ്യർക്ക് ആശ്രയത്വവും ആത്മവിശ്വാസവും ഏത് വിപത്തിനെയും നേരിടാനുള്ള ധൈര്യവും നൽകുന്ന അവരുടെ പ്രിയപ്പെട്ട പിതാവ് കൂടിയാണ് അദ്ദേഹം. അവരുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, നിലനിൽപ്പിന് വെല്ലുവിളി നേരിടുമ്പോൾ ഭരിക്കുന്ന സർക്കാരുകളോട് പോലും നേർക്കുനേർ പോരാടാനും മുന്നിൽ നിൽക്കുന്ന നേതാവ്. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരെ വന്യജീവികൾക്ക് ഭക്ഷണമാക്കുന്ന നയമാണ് സർക്കാരിനുള്ളതെന്ന് തുറന്നടിക്കാൻ ഒരാളുടെയും പിന്തുണ പിതാവിന് വേണ്ട. അത്രയും ശക്തമായി പ്രതിപക്ഷം പോലും മലയോര മക്കൾക്കായി നിലപാടെടുത്തിട്ടില്ല. വന്യജീവികളിൽ നിന്ന് രക്ഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഭേദം ആക്രമിക്കാൻ വരുന്ന പുലിയോടും ആനയോടും അപേക്ഷിക്കുന്നതാണെന്ന് പറയുന്ന പിതാവിനോടൊപ്പം സാമുദായിക വ്യത്യാസങ്ങൾ മറന്നാണ് മലയോര മേഖല അണിനിരക്കുന്നത്. സഭാ ശുശ്രൂഷകൾ വിശ്രമം അറിയാത്ത പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന ബോധ്യം കൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സിനഡ് ഫലമേൽപ്പിച്ചപ്പോൾ പിതാവിന് ഏറ്റെടുക്കേണ്ടി വന്നത്. 4 വർഷത്തിലധികമായി മാറി മാറി വരുന്ന ഒരു പിതാക്കന്മാരെയും അംഗീകരിക്കാതെ അൾത്താരകളിലും തെരുവിലും ഒരുപോലെ യുദ്ധം നടത്തിയവരുടെ ഇടയിലേക്കാണ് പിതാവ് വന്നത്. മുഴുവൻ സമയവും പോലീസ് ബന്ദോബസ്തിലായിരുന്ന വിശ്വാസികൾക്ക് അപമാനകരമായ സംഭവങ്ങൾക്ക് നിരന്തരം സാക്ഷിയാകുന്ന രൂപത ആസ്ഥാനത്തേക്കാണ് പിതാവ് വന്നത്. 100ഓളം വൈദികർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായ രൂപത ആസ്ഥാനത്തിന്റെ മുറ്റത്തേക്ക് പോലീസ് നടപടിയെ തുടർന്ന് 100ഓളം വൈദികരും സന്യസ്തരും 1000-ലധികം അൽമായരും തെരുവിൽ കുർബാന അർപ്പിച്ച ഇടത്തേക്കാണ് പിതാവ് വന്നത്. അവിടെ നിന്നാണ് ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് സമാധാനത്തിന്റെ പാത വരയ്ക്കാൻ അദ്ദേഹത്തിനായത്. തലശ്ശേരിയിലെ തന്റെ ഉത്തരവാദിത്തങ്ങളോട് 100% നീതി പുലർത്തുന്ന പിതാവ് എല്ലാ ആഴ്ചകളിലും പുലർച്ചെ 3 മണിക്ക് എറണാകുളത്തേക്ക് പുറപ്പെടും. 3 ദിവസങ്ങൾ ഇവിടെ താമസിച്ച് ഇവിടുത്തെ ശ്രമകരമായ ശുശ്രൂഷകൾ തീർത്ത് രാത്രി ഏറെ വൈകി തിരിച്ചു തലശ്ശേരിയിലേക്കും. വിശ്രമം എന്തെന്നറിയാത്ത ആ ഓട്ടം ഇന്നും തുടരുന്നു. എല്ലാവരെയും കേട്ടു പിതാവ്, എല്ലാ ആശങ്കകളും ഉൾക്കൊണ്ടു. ഒപ്പം രമ്യപ്പെടലിന്റെയും വിട്ടുവീഴ്ചകളുടെയും പാതകൾ തുറന്നു. പ്രശ്നപരിഹാരങ്ങൾക്ക് വഴികളായി. മെത്രാൻ സിനഡിൽ ബഹുഭൂരിപക്ഷം മെത്രാന്മാരുടെയും വോട്ടോടുകൂടി എറണാകുളത്തിന്റെ മെത്രോപൊളിറ്റൻ വികാരിയായി ചുമതലയേറ്റ പിതാവിന് എല്ലാ പിതാക്കന്മാരും ഹൃദയം നിറഞ്ഞ പിന്തുണ നൽകി. 6 ലക്ഷത്തോളം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ മനസ്സിലേക്ക് ആർമേഘമൊഴിഞ്ഞു. ഇനിയും എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും ഉണ്ടാകും. പക്ഷെ അപ്പോഴും ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഇംഗിതം പോലെയുള്ള പിളർപ്പിൽ നിന്ന് സഭ മോചിതമാകുമല്ലോ. അത്രയും ആശ്വാസം വിശ്വാസികൾക്ക്. ഈ ആശ്വാസങ്ങളെ തകർക്കാൻ ആളില്ല എന്ന് കരുതരുത്. ലൂസിഫർമാർ സഭയ്ക്കകത്ത് തന്നെയുണ്ട്. ചിലപ്പോൾ ലോഹയിട്ട് കൊണ്ട് തന്നെ. അതിപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ ആവണമെന്നില്ല, പോളണ്ടിൽ നിന്നുമാവാം. സഭാ വിഷയങ്ങളിൽ നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരു മാണിപ്പറമ്പിലുണ്ട്. കഴിഞ്ഞൊരു 10 കൊല്ലമെങ്കിലുമായി സീറോ മലബാർ കുർബാന ഒരു ദിവസം പോലും ചൊല്ലാത്ത ആളാണ്. ലാറ്റിൻ കുർബാന മാത്രം പോളണ്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇങ്ങേർക്കെന്താ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയത്തിൽ കാര്യം? ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വാതുറക്കുന്ന ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത്, പിതാക്കന്മാർ ഈ കള്ളനാണയത്തോട് ചോദിച്ചത്രേ, താങ്കളുടെ വീഡിയോകൾ ഇംഗ്ലീഷിലാക്കി മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുത്തുകൂടെ എന്ന്. അങ്ങനെ അയച്ചു കൊടുത്താൽ പിറ്റേന്ന് പൗരോഹിത്യ പദവി എടുത്തുകളയും എന്നുറപ്പുള്ളതിനാൽ അങ്ങനെ ഒരു സാഹസത്തിന് ഇയാൾ മുതിരില്ല. അത് ശുദ്ധ നുണയാണെന്ന് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം അക്കാര്യം പോലും മുന്നിലിരിക്കുന്ന കടലാസിലേക്ക് ഇടം കണ്ണിട്ട് നോക്കിയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ഇയാളെ പോലെയുള്ളവർ സഭാകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്തിനാണ്? പ്രവൃത്തി ഗുണം കൊണ്ട് ഒരു പള്ളിയിലും ഇരുത്താൻ കൊള്ളാത്ത ഇദ്ദേഹത്തെ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ബാംഗ്ലൂർക്ക് നാട് കടത്തി. അവിടുത്തെ ടീ ആൻഡ് ലീലാവിലാസങ്ങൾ അങ്ങാടിയിൽ പാട്ടാണ്. ഇപ്പോഴത്തെ പിതാവ് പോളി കണ്ണൂക്കാടൻ ഈ വഷളത്വത്തെ പോളണ്ടിലേക്കാണ് കപ്പൽ കയറ്റിയത്. മിടുക്ക് കൂടിയതിന്റെ ഗുണമായിരുന്നു ഇതെല്ലാം. ചേർന്ന് 2ാമത്തെ വർഷം തന്നെ തൃശൂർ മൈനർ സെമിനാരിയിൽ നിന്ന് പുറത്താക്കിയതാണ് ഈ മാണിപ്പറമ്പിലിനെ. ഇതിന്റെ കാരണങ്ങൾ അന്നത്തെ സഹപാഠികളിൽ നിന്നും ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പുറത്തുവിട്ടാൽ മാണിപ്പറമ്പിൽ എന്ന ഞരമ്പ് രോഗിക്ക് കണ്ടം വഴി ഓടേണ്ടി വരും. പിന്നീട് ഇരിങ്ങാലക്കുട രൂപത വന്നപ്പോ പല വൈദികരുടെയും കാല് പിടിച്ച് സെമിനാരിയിൽ കയറിക്കൂടിയ മഹാനാണ് ഇദ്ദേഹം. സഭയ്ക്ക് പേരുദോഷവും നിത്യബാധ്യതയുമാകാൻ സിനഡ് കുർബാന ചൊല്ലാൻ മതിയായ സമയം എറണാകുളത്തെ വൈദികർക്ക് നൽകാനുള്ള മെത്രാൻ സിനഡിന്റെ തീരുമാനം
മെത്രാപൊലിത്തൻ വികാരിയായ പാംപ്ലാനി നടപ്പാക്കുമ്പോൾ അതിനെതിരെ ഉതപ്പുകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്ന വിഷസർപ്പമായി മാണിപ്പറമ്പിലെ വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ പിതാക്കന്മാരോടും പകയാണ് ഇയാൾക്ക്. കത്തോലിക്ക സഭയ്ക്കെതിരെ ഏത് ആഭിചാരത്തിനും ഈ ലൂസിഫർ സന്നദ്ധനാണ്. ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് ഇറ്റാവ മിഷനിലേക്ക് പോയിട്ടുള്ള സ്വന്തം അനിയനച്ഛനു വേണ്ടിയാണ് ഇദ്ദേഹം ഈ വിഷം തുപ്പൽ നടത്തുന്നതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതിനും അപ്പുറമുള്ള ഭീകരതയും അന്ധതയുമാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത്. സഭയുടെ ജീവിക്കുന്ന എതിർസാക്ഷ്യമാണ് മാണിപ്പറമ്പിൽ. മനുഷ്യർ തന്നെ ആവണമെന്നില്ല, പ്രപഞ്ചത്തിലെ ഒരു ജീവി പോലും എങ്ങനെ ആവരുത് എന്നതിന്റെ മാതൃകയാണ് ഇയാളെന്നും. സീറോ മലബാർ സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ധിക്കാരിയും സഭാവിരുദ്ധനുമായ വൈദിക വേഷധാരിയാണ് ഇയാൾ. സഭയുടെ സമ്പൂർണ്ണ നാശമാണ് ഈ ലൂസിഫറിന്റെ ലക്ഷ്യം.